എല്ലാ വർഷവും ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നു. മനസ്സ്, ശരീരം, പ്രകൃതി എന്നിവയെ ഒരുമിപ്പിക്കുവാൻ ശ്രമിക്കുന്ന യോഗ അഭ്യാസത്തിന്റെ ഗുണഗണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ലക്ഷ്യം. കീഴ്മാട് ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും സംയുക്തമായി ആരോഗ്യകരമായ ബാല്യം യോഗയിലൂടെ എന്ന തലക്കെട്ടോടെ കീഴ്മാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ച 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടി ശ്രദ്ധേയമായി. കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്നേഹ മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യോഗയുടെ പ്രത്യേകതകളും യോഗയുടെ ഗുണങ്ങളും എല്ലാം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. എന്തായാലും ഇവിടെ കുറേ വർഷങ്ങളായിട്ട് ഗിരീഷ് ചേട്ടൻ നിങ്ങളെ യോഗ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. യോഗ എന്തുകൊണ്ടും മനസ്സിനും ശരീരത്തിനും എല്ലാം വളരെ പ്രയോജനപ്പെടുന്ന ഒന്നാണ് യോഗ. ഇപ്പോ ഗവൺമെന്റ് എല്ലാ സ്കൂളുകളിലും ഒരു പീരീഡ് തന്നെ ഈ യോഗയ്ക്ക് വെച്ചിട്ടുണ്ട്. ഏത് സ്കൂളിലാണെങ്കിലും അത്രയ്ക്ക് യോഗ പഠനത്തോടൊപ്പം തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒന്നാണ് യോഗ. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇപ്പൊ പഞ്ചായത്ത് തലത്തിലും പഞ്ചായത്തിൽ ഒരു യോഗ ക്ലാസ് തുടങ്ങി. ഇതിപ്പോ വിവിധ വാർഡുകളിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, വാർഡുകളൊക്കെ ഉണ്ട്. ഇവിടെ 19 വാർഡുകളുണ്ട്. ആ വാർഡുകളില് മിക്ക വാർഡുകളിലും യോഗ ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസില ഷിഹാബ അധ്യക്ഷത വഹിച്ചു. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമുക്കറിയാം, എല്ലാവരും ഒത്തിരി പ്രായമായി കഴിയുമ്പോൾ, കുറച്ച് പ്രായോഗിക അസുഖങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ഇപ്പോ യോഗ ചെയ്യാൻ പോകുന്നത് കണ്ടിട്ടില്ലേ? ക്യാഷൊക്കെ കൊടുത്ത് ഫീസൊക്കെ അടച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ ഇത് ശീലിച്ചിട്ട് വീട്ടിൽ പോയി കുറച്ചു നേരമൊക്കെ അത് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും അതിനും കൂടി വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോ സ്കൂളിലേ ഇത് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ശരീരം ഇപ്പൊ നല്ല രീതിയിൽ, ഞങ്ങളെന്നും പോലെയല്ല, നല്ല രീതിയിൽ ശരീരം വഴങ്ങും. ഏത് യോഗാഭ്യാസങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് കാണിക്കാൻ പറ്റും. കുട്ടികളെ പഠിപ്പിക്കാനാണ് എളുപ്പം എന്ന് എപ്പോഴും ഗിരീഷേട്ടൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവർ പെട്ടെന്ന് പഠിച്ചെടുക്കും. കീഴ്മാട് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിൻസി വർഗീസ യോഗാ ദിന സന്ദേശം നൽകി. നമ്മുടെ ആർഷഭാരതത്തിന്റെ ഒരു തനത് സംസ്കാരമായ വ്യായാമം കേവലം വ്യായാമ എന്ന അവസ്ഥയിൽ കവിഞ്ഞ് ഒരു ജീവിതചര്യ എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഇപ്പോൾ വർഷങ്ങളായി യോഗയെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി കേരള സർക്കാരും ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും നേതൃത്വത്തിൽ യോഗയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിവരുന്ന ബോധവൽക്കരണ പരിപാടികളിൽ ഒരു പ്രധാന പങ്കാണ് സ്കൂളുകളിൽ നടത്തുന്ന യോഗ ക്ലാസുകൾ. ഹെഡ് മിസ്റ്റർ സുനിത, വാർഡ് മെമ്പർമാരായ സനില, കൃഷ്ണകുമാർ, ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് മിനി, അധ്യാപകൻ ഷാജി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് ആയുർവേദ ഡിസ്പെൻസറിയിലെ യോഗാചാര്യൻ എം കെ ഗിരീഷിന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലന ക്ലാസും ഉണ്ടായിരുന്നു.